ഗൈസ് വെൽക്കം ടു ഫുഡി നൊമാഡ് അണ്ടർസ്കോർ ബ്ലോഗ്സ്. ഒരു വെറൈറ്റി ഫ്ലേവറിൽ ചിക്കൻ ആൻഡ് റൈസ് കഴിച്ചാലോ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്നൊരു കിടിലൻ റൈസ് ബൗൾ ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ സമയം വേറൊരു കുക്കിംഗ് പോട്ടിൽ ഗീ ഒഴിച്ച് ഇത് മെൽറ്റ് ആയ ശേഷം സ്പൈസസ് എല്ലാം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 2 സിനമൺ സ്റ്റിക്സും 1/4 ടീസ്പൂൺ ടേമറിക്കും 1 ടീസ്പൂൺ ഒറിഗാനോസും സോൾട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം, മസാലകൾ എല്ലാം അരിയിൽ പിടിക്കുന്നവരെ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഹെർബ് റൈസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് ചില്ലി പൗഡറും മൈദ ഫ്ലോസും ഒറിഗാനോസും ബ്ലാക്ക് പെപ്പറും സോൾട്ടും ചേർത്ത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായി അരമണിക്കൂർ മൂടി വയ്ക്കും. ഒരു പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് ചിക്കൻ പീസസ് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഇത് ടിഷ്യൂഡ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ചിക്കൻ വറുത്ത അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും ഓണിയൻസും ഗാർലിക്കും ചേർത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം ക്രീം ഒഴിച്ച് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇതോടൊപ്പം ചീസ് സ്ലൈസസും ഗാർലിക് പൗഡറും ബ്ലാക്ക് പെപ്പറും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നവരെ നന്നായിട്ട് തിളപ്പിക്കാം. ഇതൊന്ന് നന്നായി കുറുകിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒറിഗാനോസും ഫ്രൈ ചെയ്ത ചിക്കൻ പീസസും ആഡ് ചെയ്ത് ഇത് 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഒരു ബൗളിലേക്ക് വച്ചിട്ട് അതിന് ചുറ്റും ക്രീമി ആൻഡ് ചീസി ഗാർലിക് ചിക്കൻ ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്. ഗാർണിഷ് ചെയ്യാനായി കൊത്തിയരിഞ്ഞ മല്ലിയില യൂസ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഹെർബ്ഡ് റൈസ് ഇൻ ക്രീമി ആൻഡ് ചീസി ഗാർലിക് ചിക്കൻ ബൗൾ ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ റൈസ് ബൗൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.